പലവിധ കാര്യങ്ങളിൽ തീർപ്പാവാതെ കിടന്ന പ്രശ്നങ്ങളിൽ കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചത്. 100-ലധികം പേർ പങ്കെടുത്ത അദാലത്തിൽ ആകെ 59 പരാതികളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 28 പരാതികളിൽ കൈയോടെ തീർപ്പ് കൽപ്പിച്ചു. 3 പരാതികൾ മറ്റ് വകുപ്പുകളിലേക്ക് കൈമാറുന്നതിന് നടപടികൾ സ്വീകരിച്ചു. ബാക്കിയുള്ളവ പഞ്ചായത്തിലെ വിവിധ സെക്ഷനുകളിലേക്ക് തുടർ നടപടികൾക്കായി കൈമാറി. പരാതി പരിഹാര അദാലത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. മറ്റ് ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ എല്ലാ മാസങ്ങളിലും ഇങ്ങനെയുള്ള പരാതികൾ നമുക്കിവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഓരോരാൾക്കും ഓരോ പരാതികളുണ്ടാകും. നമുക്കറിയാം LSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളുണ്ടാവും, അതുപോലെ നമ്മുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളുണ്ടാവും, അതേപോലെ തീരദേശ മേഖലകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പരാതികളുണ്ടാവും. അങ്ങനെ ഓരോ മേഖലകളിലും ഉൾപ്പെട്ടിട്ടുള്ള പരാതികളുമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പരാതികൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ പരിപാടിയുടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിലേക്ക് അപ്പം അങ്ങനെയുള്ള പരാതികൾ ഇന്ന് തീർപ്പാക്കാൻ പറ്റുന്നത് നമുക്ക് ഇന്ന് തന്നെ തീർപ്പാക്കുകയും മറ്റുള്ളത് തൊട്ടടുത്ത ഏതെല്ലാം സെക്ഷനിലേക്കാണ് നമുക്ക് ഏകദേശം. അപ്പം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേടുന്നതോടൊപ്പം അതേപോലെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ TS നജീബ്, MK പ്രസന്ന, ഫാത്തിമത്ത് അഷ്റീഫ, സെക്രട്ടറി പ്രമീള ബോബി എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് നേതൃത്വത്തിൽ തുടർന്നും അദാലത്തുകൾ സംഘടിപ്പിക്കുവാൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.